വെൽക്കം ബാക്ക് ടു ഈറ്റ്സ് ആൻഡ് ഔട്ട്ഡോർസ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ക്രിസ്മസ് പ്രമാണിച്ചിട്ട് ഒരു പ്ലം കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കാരമൽ സിറപ്പ് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റൗ ടോപ്പിൽ പാൻ വെച്ചിട്ട് അതിലേക്ക് ഹാഫ് കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. അപ്പോൾ ദാണ്ട് ഈ പരുവത്തിലെത്തുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഹാഫ് കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പം എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒരു കാരമൽ സിറപ്പ് തയ്യാറാക്കണം. അപ്പോൾ എന്താണ് നമ്മുടെ കാരമൽ സിറപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മൾ മാറ്റി വെക്കണം. ഇനി നമുക്ക് പൊടികളെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. അപ്പം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതേപോലെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഒരു 2-3 ടൈംസ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് സ്പൈസസ് എല്ലാം കൂടെ ചേർക്കാൻ പോവാണ്. അപ്പം ആദ്യം ഞാൻ ഗ്രാമ്പൂവും അതേപോലെ ഏലക്കായും കൂടെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഈ പൊടിച്ച മിക്സ് ഇതിലേക്ക് ഈ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ നട്ട്മഗാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ നട്ട്മഗ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1 ടീസ്പൂൺ സിനമൺ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി നമുക്കത് മാറ്റി വെക്കാം. അതിനുശേഷം ഇതിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ പൊടി എടുത്തിട്ട് ഈ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യുക. അപ്പം ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സ്, ഡേറ്റ്സ്, അതേപോലെ ഡ്രൈ ജിഞ്ചർ, പിന്നെ റേസിൻസ്, പിന്നെ ടൂട്ടി ഫ്രൂട്ടി, കാഷ്യൂനട്ട്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനൊരു 20 ഡേയ്സ് മുന്നേ റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഈ മിക്സ് ചെയ്തത് മാറ്റി വെക്കുക. അതിനുശേഷം നമുക്കിനി കേക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് കപ്പ് ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, മിക്സറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ബട്ടർ ഒന്ന് സോഫ്റ്റായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഹാഫ് കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ 3 എഗ്ഗാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഓരോ എഗ്ഗും 1/1 ആയിട്ട് ഈ ബീറ്ററിലോട്ട് ഇട്ട് ബീറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറേശ്ശെയായിട്ട് പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ പൊടി ചേർക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കാരമൽ സിറപ്പും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം കുറച്ച് പൊടി, കുറച്ച് കാരമൽ സിറപ്പ് ഇങ്ങനെ അങ്ങനെയായിട്ട് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അതിനുശേഷം ഞാൻ കുറച്ച് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിരുന്നതിനകത്തുനിന്ന് കുറച്ച് സിറപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. റമ്മിൻ്റെ എല്ലാം കൂടെ ഉള്ള ആ സിറപ്പ് അത് ഇതിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതാണ്ട് നമ്മുടെ ബാറ്റർ ഈ പരുവത്തിലായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ എന്ന് പറയുന്നത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ടിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലോട്ട് ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതേപോലെ ഇത് ഇടുന്നതിനോടൊപ്പം തന്നെ കുറച്ച് ലൈമിൻ്റെ സെസ്റ്റോ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ സെസ്റ്റോ ഉണ്ടെങ്കിൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു സിട്രസ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ബട്ടർ പുരട്ടി വെച്ചിരിക്കുന്ന കേക്കിംഗ് പാനിലോട്ട് ഇതൊഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം.
അപ്പം ഞാനിവിടെ അവൻ ഒരു 350 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 35 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് നോക്കാം റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത്.